നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കോട്ടയത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനെതിരെ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിക്ക് പിണറായിയുടെ സ്നേഹസമ്മാനം. തുഷാറിന്റെ പിതാവ് വെള്ളാപ്പള്ളി നടേശനെതിരെ കോടതി ഉത്തരവിട്ട മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അട്ടിമറിക്കാനാണ് CPM ഒരുങ്ങുന്നത്. കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിരുന്നു ചാഴിക്കാടൻ. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടിയിരുന്ന ഈഴവ വോട്ടുകൾ ഇല്ലാതാക്കി ഇടതുമുന്നണിയെ തന്നെ പ്രതിസന്ധിയിലാക്കിയ വെള്ളാപ്പള്ളിയെ രക്ഷിക്കാനാണ് പിണറായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയത്. കോട്ടയം പാർലമെന്റിലെ വൈക്കം, കടുതുരുത്തി മണ്ഡലങ്ങളിൽ ഈഴവ വോട്ടുകൾ നിർണായകമാണ്. മൈക്രോ ഫിനാൻസ് കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ ദിവസമാണ്. വെള്ളാപ്പള്ളി നടേശനെതിരായ കേസിലാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുടേതാണ് ഉത്തരവ്. അന്വേഷണം പൂർത്തിയാക്കി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അഴിമതി നടന്നിട്ടില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് തള്ളി കോടതി. SNDP യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ 15 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു VSന്റെ പരാതി. പിന്നോക്കക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ വലിയ പലിശ നിരക്കിൽ താഴേക്ക് നൽകി തട്ടിപ്പ് നടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രാഥമിക അന്വേഷണം നടത്തി ക്രമക്കേട് കണ്ടെത്തിയ വിജിലൻസ് വെള്ളാപ്പള്ളിയെ 1-ാം പ്രതിയാക്കി കേസെടുത്തു. സംസ്ഥാനത്തുടനീളം 124 കേസുകളാണ് വിജിലൻസ് അന്വേഷിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം റേഞ്ച് SP ഹിമേന്ദ്രനാഥാണ് അന്വേഷണങ്ങൾ ഏകോപിപ്പിച്ചത്. വിജിലൻസ് അന്വേഷിച്ചതിൽ 5 കേസുകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചത്. മൈക്രോ ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരികെ അടച്ചുവെന്നും താഴെ തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. 54 കേസിലും അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. അന്വേഷണം നടക്കുന്നതിനിടെ എല്ലാ ശാഖകളിൽ നിന്നും പണം തിരികെ അടച്ചു വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും തലയൂരിയിരുന്നു. സാമ്പത്തിക നഷ്ടം വന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇതോടെ വിജിലൻസും പിന്നോട്ട് പോയി. അന്വേഷണം അവസാനിപ്പിച്ച് നൽകിയ റിപ്പോർട്ടിൽ പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ട് VSന് തൃശൂർ വിജിലൻസ് കോടതി നോട്ടീസ് നൽകി. മൈക്രോ ഫിനാൻസ് നടത്തിപ്പിന്റെ കോർഡിനേറ്റർ ആയിരുന്നു മഹേഷൻ. അന്വേഷണത്തിനിടെ ആത്മഹത്യ ചെയ്തിരുന്നു. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെടുത്തി ആത്മഹത്യക്ക് പിന്നിൽ വെള്ളാപ്പള്ളിക്കും തുഷാറിനുമെതിരെ ആക്ഷേപമുയർന്നിരുന്നു. ഈ ആത്മഹത്യ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ VS അച്യുതാനന്ദന് വേണ്ടി മകൻ കോടതിയിൽ ഹാജരായിരുന്നു. ഇതേ മകനെ ഉപയോഗിച്ച് കേസിൽ നിന്നും തലയൂരാനാണ് പിണറായി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ ശ്രമം. കഴിഞ്ഞ സിറ്റിംഗിൽ VSന്റെ മകൻ അരുൺകുമാർ കോടതിയിൽ ഹാജരായി തന്റെ പിതാവ് രോഗാതുരനാണെന്ന് അറിയിച്ചിരുന്നു. കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന മട്ടിലാണ് അരുൺകുമാർ സംസാരിച്ചത്. ഇത് CPM നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു. എന്നാൽ കേസുമായി മുന്നോട്ടു പോകാനാണ് കോടതി തീരുമാനിച്ചത്. VSന്റെ പ്രഖ്യാപിത ശത്രുവാണ് വെള്ളാപ്പള്ളി. VSന് തീരെ ശരീരസുഖമില്ലാത്ത സാഹചര്യത്തിൽ കേസ് തള്ളിപ്പോകുമെന്നാണ് വെള്ളാപ്പള്ളി കരുതിയത്. എന്നാൽ കോടതി കർശന നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇത് പിണറായി പ്രതീക്ഷിച്ചില്ല. പിണറായിയും വെള്ളാപ്പള്ളിയുമായി സുശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് വിജിലൻസ് കേസുകൾ അട്ടിമറിച്ചത്. വിജിലൻസ് ഭരിക്കുന്ന പിണറായി പറയുന്ന മാതൃകയിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ പെരുമാറുക. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസായതിനാൽ സർക്കാരിന്റെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ശബരിമല യുവതീ പ്രവേശന വിധി വന്നതിന് പിന്നാലെയുണ്ടായ വൻ എതിർപ്പുകളെ നേരിടാനായിരുന്നു സർക്കാർ മുൻകൈയെടുത്ത് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത്. ഇതിന് നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു. വനിതാ മതിലടക്കം തീർത്ത് മുന്നോട്ട് പോയ സമിതി പിന്നെ നിർജീവമായി. എക്കാലവും വെള്ളാപ്പള്ളിയെ സഹായിക്കുന്ന നിലപാടാണ് പിണറായി സ്വീകരിച്ചിട്ടുള്ളത്. വെള്ളാപ്പള്ളിക്ക് ഡിലീറ്റ് നൽകാൻ പോലും പിണറായി തീരുമാനിച്ചിരുന്നു. കാന്തപുരത്തിനും വെള്ളാപ്പള്ളി നടേശനും ഡിലീറ്റ് നൽകാനുള്ള നീക്കം ഗവർണറാണ് പൊളിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിക്ക് വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസും കാന്തപുരത്തിന് വേണ്ടിയും സർവകലാശാല ഉന്നതരോട് ശുപാർശ ചെയ്തെന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണറെ അറിയിച്ചത്. ഇത് വിവാദമായപ്പോൾ കാന്തപുരം ഡിലീറ്റ് വേണമെന്ന് പ്രഖ്യാപിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കും വെള്ളാപ്പള്ളി നടേശനും ഡിലീറ്റ് നൽകാനുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നീക്കത്തിനെതിരെ ഗവർണർക്ക് പരാതി ലഭിച്ചതോടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ വർദ്ധിത വീര്യത്തോടെ രംഗത്തിറങ്ങിയത്. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. സാംസ്കാരിക മണ്ഡലത്തിനും വൈജ്ഞാനിക മേഖലയ്ക്കും ഉന്നത സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിന് സർവകലാശാല ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഓണററി ഡോക്ടറേറ്റ് ബിരുദം കാന്തപുരത്തിനും വെള്ളാപ്പള്ളിക്കും നൽകാനുള്ള കാലിക്കറ്റ് സർവകലാശാലയുടെ നീക്കം പുനഃപരിശോധിക്കണമെന്നാണ് കാലിക്കറ്റ് വൈസ് ചാൻസലറോടും ഡിഗ്രിക്ക് അംഗീകാരം നൽകരുതെന്ന് ഗവർണറോടും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. രാഷ്ട്രപതിക്ക് പോലും ഡിലീറ്റ് ബിരുദം നൽകാൻ വിസമ്മതിച്ചിരിക്കുമ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാല ഇവർ 2 പേർക്കും ഡിലീറ്റ് ബിരുദം നൽകി ആദരിക്കാനുള്ള പ്രമേയം അനുഭാവപൂർവ്വം പരിഗണിച്ചത്.
ജാതിമത പ്രീണനത്തിന്റെ ഭാഗമായി ഇടതുപക്ഷ സർക്കാരിന്റെ നിർദ്ദേശാനുസരണമാണ് പ്രമേയം അവതരിപ്പിക്കുവാൻ അപ്രധാനിയായ ഒരു സിൻഡിക്കേറ്റ് അംഗത്തിന് വൈസ് ചാൻസലർ അനുമതി നൽകിയതെന്ന് പരാതിയിൽ ആരോപിച്ചു. സർവകലാശാലയെ ഉപയോഗിച്ച് സമുദായങ്ങളെ കൂടെ നിർത്തുവാനുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഡോക്ടറേറ്റ് നൽകാനുള്ള കാലിക്കറ്റിന്റെ തീരുമാനം. സർവകലാശാലകൾ ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകിയിട്ടുള്ളവരുടെ സംഭാവനകൾ പരിശോധിച്ച ശേഷം ഇവർ രണ്ടുപേരും സാംസ്കാരിക വൈജ്ഞാനിക മേഖലകൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വ്യക്തമാക്കുവാൻ കാലിക്കറ്റ് സർവകലാശാല തയ്യാറാവണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. രാഷ്ട്രപതിയായിരിക്കെ രാംനാഥ് കോവിന്ദിന് ഡിലിറ്റ് നൽകണമെന്ന് ഗവർണർ കേരള സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർവകലാശാല അത് നിരസിച്ചു. ഗവർണർക്കുള്ള VC-യുടെ കത്ത് പുറത്തായതോടെയാണ് വിവാദമായത്. വിഷയത്തിൽ രാജ്ഭവന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് CPM രംഗത്തെത്തി. ഗവർണറുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പുറത്തായെന്നായിരുന്നു CPM നിലപാട്. അതായത് വസ്തുതകൾ ചോർത്തുന്നയാളായി ഗവർണറെ CPM മാറ്റി. രാഷ്ട്രപതിക്ക് ഡിലിറ്റ് നൽകുന്നതിനെ CPM എതിർത്തിരുന്നു. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ രാഷ്ട്രപതിയായ രാംനാഥ് കോവിന്ദിനെ ഡിലിറ്റ് നൽകേണ്ടതില്ലെന്നായിരുന്നു CPM നേതൃത്വം സിൻഡിക്കേറ്റിലെ പാർട്ടി പ്രതിനിധികളെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് VC ഗവർണറെ നേരിൽ കണ്ട് കത്ത് നൽകിയത്. ആ കത്ത് VCയും ഗവർണറും മാത്രമാണ് കണ്ടിട്ടുള്ളത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമന വിവാദത്തിൽ മുൻമന്ത്രി KT ജലീലിനെതിരായ വിവാദ വെളിപ്പെടുത്തലുമായി SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നപ്പോഴും പിണറായി ഇടപെട്ടു. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ VC ആക്കണമെന്നത് ആവശ്യമായിരുന്നുവെന്ന് ജലീൽ നേരിട്ട് പറഞ്ഞു എന്നാണ് വെള്ളാപ്പള്ളി വെളിപ്പെടുത്തിയത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല VC-ആയി മുബാറക് പാഷയെ നിയമിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധവും അമർഷവുമാണ് സർക്കാരിനെതിരെ വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പിണറായി പറഞ്ഞതോടെ വെള്ളാപ്പള്ളി പിന്മാറി. കോട്ടയത്ത് തുഷാറിനെ മത്സരിപ്പിക്കാൻ നടേശൻ തീരുമാനിച്ചപ്പോൾ പിണറായിക്ക് എതിർക്കാമായിരുന്നു. CPM മത്സരിക്കുന്ന ആലപ്പുഴയിലോ പത്തനംതിട്ടയിലോ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പിണറായി എതിർക്കുമായിരുന്നു. കോട്ടയം ഘടകകക്ഷിയുടെ സീറ്റായതിനാലാണ് പിണറായി പ്രതികരിക്കാതിരുന്നത്. CPI-യുടെ സീറ്റുകളിലും CPM ഇത്തരം തൊഴുത്തിൽ കുത്ത് നടത്തിയിരുന്നു. പ്രതികരിക്കാൻ CPIക്ക് കഴിയാത്തതിനാൽ ഒന്നും സംഭവിച്ചില്ല. SNDP കണിച്ചുകുളങ്ങര യൂണിയൻ സെക്രട്ടറി ആയിരുന്ന KK മഹേഷിന്റെ ആത്മഹത്യയിൽ വെള്ളാപ്പള്ളി നടേശനെ പ്രതി ചേർക്കാൻ ആലപ്പുഴ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ സ്വന്തം സർക്കാർ അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി, മാനേജർ KL അശോകൻ എന്നിവരെയും പ്രതിപട്ടികയിൽ ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. 3 പേർക്കുമെതിരെ ആത്മഹത്യ കുറ്റമാണ് ചുമത്തുക. മഹേഷിന് ആത്മഹത്യക്കുറിപ്പിൽ ഇവരുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. 2020 ജൂലൈയിലാണ് കളിച്ചുകുളങ്ങരയിലെ SNDP ഓഫീസിനകത്ത് മഹേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്വേഷണത്തിൽ ആത്മഹത്യ തന്നെയാണെന്ന് കണ്ടെത്തിയിരുന്നു. വെള്ളാപ്പള്ളിക്കും ക്രൈംബ്രാഞ്ച് മേധാവിക്കും പ്രത്യേകമായി കത്തെഴുതി അവ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് ശേഷമായിരുന്നു ആത്മഹത്യ. മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് മഹേഷിനെതിരെ സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കേസിൽ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിന് ഹാജരായതിന് പിന്നാലെയായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. മൈക്രോ തട്ടിപ്പ് തന്റെ തലയിലാവുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മഹേഷിന് ആത്മഹത്യ ചെയ്തത്. വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ തന്ത്രപരമായി കളിക്കുകയായിരുന്നു. മഹേഷിന്റെ മരണത്തിൽ വെള്ളാപ്പള്ളി അകത്താകേണ്ടതായിരുന്നു. പിണറായി സഹായിച്ചതുകൊണ്ട് അത് സംഭവിച്ചില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ കോടതി ഉത്തരവ് ഉണ്ടായെങ്കിലും കോടതിക്ക് നേരിട്ട് അന്വേഷിക്കാൻ കഴിയില്ല. വിജിലൻസ് ആണ് വീണ്ടും അന്വേഷിക്കുക. വീണ്ടും അന്വേഷണം നടത്തി വെള്ളാപ്പള്ളിയെ കുറ്റവിമുക്തനാക്കിയാൽ പിണറായിക്ക് നേട്ടം കൊയ്യാം. എന്നാൽ സ്വന്തം തട്ടകത്തിൽ വെള്ളാപ്പള്ളി കളിക്കില്ല. അതാണ് അദ്ദേഹത്തിന്റെ രീതി. ചാഴിക്കാടനെ മനസ്സുകൊണ്ട് ഇഷ്ടമായിരുന്നില്ല പിണറായിക്ക്. കോട്ടയം പാർലമെന്റ് ഇലക്ഷനിൽ നിന്നും മന്ത്രി വാസവൻ മാറി നിന്നതും തന്ത്രത്തിന്റെ ഭാഗമാണ്.